തൃശൂരിൽ കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ യുവാവിനെ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് അരമണിക്കൂറാണ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത്. ചാലക്കുടി മാരാംകൂട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. മുംബൈ എറണാകുളം ഓക്ക എക്സ്പ്രസിൽ ഷൊർണൂർ പിന്നിട്ടതോടെയാണ് ശ്രീജിത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഹെൽപ്പ് ലൈൻ നമ്പറായ 112ലും TTEയും വിവരമറിയിച്ചു. തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പില്ലെന്ന് മറുപടി. ഇതിനിടെ ആരോഗ്യസ്ഥിതി മോശമായി. സഹ TTEമാരെ വിളിച്ചു വരുത്തി. മൂവരും കൂടിയാലോചിച്ച് ട്രെയിൻ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിച്ചു. ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും വിവരമറിയിച്ചു. ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ആംബുലൻസ് പോയിട്ട് സ്ട്രക്ചർ പോലും സ്റ്റേഷനിലുണ്ടായില്ല. ശ്രീജിത്തിനെ കയ്യിൽ വാരിയെടുത്ത് പകുതി ദൂരം എത്തിച്ചപ്പോഴാണ് വീൽചെയർ പോലും ലഭിച്ചത്. പിന്നീട് അരമണിക്കൂറോളം നേരം ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നു. ഇതിനിടെ ട്രെയിനിലുണ്ടായിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയും വനിതാ ഡോക്ടറും CPR അടക്കം നൽകി. പക്ഷേ ആംബുലൻസ് എത്തുമ്പോഴേക്കും തീർത്തും മോശം നിലയിലേക്ക് എത്തുകയായിരുന്നു. പത്ത് മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂറിനിപ്പുറം ശ്രീജിത്തിനെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. അവസ്ഥ ആകെ വയ്യാണ്ടായി. ട്രെയിനിലേക്ക് സീറ്റിൽ നിന്ന് പതൊക്കെ ചെരിഞ്ഞു വീണു. അപ്പോൾ ഈ പെൺകൊച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ട്രെയിൻ നിർത്തി. അപ്പോൾ ആ നേരത്ത് അവിടെ വണ്ടികളൊന്നും ഉണ്ടായില്ല. ആംബുലൻസ് പോലും കിട്ടിയില്ല. പോലീസിനോടും പറഞ്ഞിട്ട് അത് ചെയ്തില്ല അവർ. അപ്പോൾ മുളങ്കാവ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു അരമണിക്കൂർ മുന്നേ എത്തണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേനവൻ. തൃശ്ശൂര് വണ്ടി കിട്ടും എന്ന് പറഞ്ഞ് ആംബുലൻസ് റെഡി ആക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. തൃശ്ശൂർ വരെ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് മുളങ്കുന്നത്തുകാവ് ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അവിടെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാവരും കൂടി. അപ്പോൾ TTRും അങ്ങനെ എന്ത് ചെയ്ത് അവരടുത്ത് വഴക്കൊക്കെ ആക്കി ഇതൊക്കെ ആക്കി അവിടെ ഇറങ്ങി. ഈ റെയിൽവേയിൽ അധികം നന്നായിട്ട് വലച്ചുണ്ട്. അവർ നേരത്തിന് ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടാണ്. തീർത്തും ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ. സംഭവത്തിൽ റെയിൽവേക്കടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.